2018 കേരള പ്രളയം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഇന്നും ഓർമ്മിക്കപ്പെടുന്ന സംഭവമാണ്. എന്നാൽ ആ മഹാപ്രളയം പ്രകൃതിയുടെ മാത്രം കോപമായിരുന്നോ അതോ മനുഷ്യനിർമ്മിതമായ വീഴ്ചകളും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരുന്നോ എന്ന ചോദ്യം വീണ്ടും ചർച്ചയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുറത്തുവന്ന ഒരു വിവാദ ശബ്ദരേഖയാണ് ഈ സംശയങ്ങൾക്ക് വീണ്ടും ശക്തി പകർന്നത്. ഇപ്പോൾ ആ ശബ്ദരേഖയുടെ ആധികാരികതയും അതിലുള്ള ആരോപണങ്ങളും പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് ഉത്തരവ് നൽകിയത്. ഇതോടെ 8 വർഷം പഴക്കമുള്ള മഹാപ്രളയത്തെ ചുറ്റിപ്പറ്റിയ വിവാദം വീണ്ടും രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ചർച്ചയാവുകയാണ്. 2026 ഏപ്രിൽ 7 വാർത്താ സമ്മേളനം നടത്തിയാണ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ വിവാദ ശബ്ദരേഖ പുറത്തുവിട്ടത്. ഇത്രയേറെ കേരളത്തെ തകർത്തത് ഇവരുടെ ആക്രാന്തവും അഴിമതിയുമാണ്. ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ കാര്യം ഇനി അതല്ല മറിച്ചാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ. ഇപ്പോ ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല. അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരുപക്ഷെ നിങ്ങൾ പത്രക്കാർക്ക് കൃഷ്ണൻകുട്ടിയുടെ സ്വരം പരിചയമുണ്ടാകില്ല. ഈ വോയിസ് ക്ലിപ്പ് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ അറിയാവുന്ന, അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ള ആർക്ക് കേട്ടാലും അത് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്ന് മനസ്സിലാവും. പ്രളയം കൊണ്ട് തകർന്ന നാടാണ് കേരളം. ആ തകർത്തതിൽ ഒരു ഉത്തരവാദിത്വം ഈ സർക്കാരിനും ഈ സർക്കാരിന്റെ അഴിമതിക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി അവരുടെ മറുപടി വന്നതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത്. അന്നത്തെ ജലവിഭവ മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ പഴയ ശബ്ദരേഖയാണിതെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു വെളിപ്പെടുത്തൽ. 2018 മഹാപ്രളയത്തിന്റെ ആഘാതം വർദ്ധിക്കാൻ ഡാം മാനേജ്മെന്റിലെ ഗുരുതര വീഴ്ചകളും ചിലരുടെ സാമ്പത്തിക താല്പര്യങ്ങളും കാരണമായെന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ശബ്ദരേഖയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ശബ്ദരേഖയിൽ ആദ്യം പരാമർശിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയെ കുറിച്ചാണ്. സ്പിൽവേ 1 മാസം മുമ്പ് തന്നെ തുറക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ താഴെയുള്ള മണൽത്തിട്ട ഒഴുകി പോകാതിരിക്കാനായി അത് മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നുമാണ് ആരോപണം. മണൽ ഖനന കരാറുകാരന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ലഭിക്കാനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും ചീഫ് എഞ്ചിനീയർ ജോഷിയും അന്നത്തെ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസും ഇതിന് കൂട്ടുനിന്നു എന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത്. തുടർന്ന് പമ്പാ നദിയുമായി ബന്ധപ്പെട്ട മണിയാർ പദ്ധതിയെക്കുറിച്ചും ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. സാധാരണയായി വെള്ളം സംഭരിക്കാത്ത പദ്ധതിയിൽ ഇത്തവണ സ്വകാര്യ കമ്പനിക്ക് പ്രയോജനം ലഭിക്കാനായി വെള്ളം നിറച്ചുവെന്നും പിന്നീട് ഷട്ടറുകൾ തുറന്നതോടെയാണ് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം രൂക്ഷമായെന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഇതിലൂടെ സ്വകാര്യ കമ്പനിക്ക് കോടികളുടെ ലാഭം ലഭിച്ചുവെന്ന ആരോപണവും അതിലുണ്ട്. പറമ്പിക്കുളം പദ്ധതിയുമായി ബന്ധപ്പെട്ടും സമാന ആരോപണങ്ങളാണ് ശബ്ദരേഖയിൽ ഉന്നയിക്കുന്നത്. തമിഴ്നാട്ടിലെ കരാർ ജോലികൾക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനായി വെള്ളക്കെട്ടിന്റെ ഒഴുക്ക് മാറ്റിയെന്നും തുടർന്ന് പെരിങ്ങൽകുത്തിയിലേക്കും ചാലക്കുടി പുഴയിലേക്കും വലിയ തോതിൽ വെള്ളം ഒഴുകിയതാണ് വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായെന്നുമാണ് ശബ്ദരേഖയിലെ അവകാശവാദം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശക്തമായി നിഷേധിച്ചു. പുറത്തുവന്ന ശബ്ദം തന്റേതല്ലെന്നും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കൃത്രിമമായി സൃഷ്ടിച്ച ശബ്ദരേഖയായിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ ഓഡിയോ പ്രചരിപ്പിച്ചതെന്നും മുൻമന്ത്രി മാത്യു ടി തോമസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. ശബ്ദരേഖ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് PA ഉള്ളത് കൊണ്ട് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ആരുടെ സൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത്. അതുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള അവസരം ഉണ്ടല്ലോ, ഞാൻ പറയില്ലേ. ഈ മാത്യു കുഴൽനാടന്റെ ശബ്ദം അത് പരിശോധിക്കണം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പ്രളയ സമയത്ത് ഡാം മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിരുന്നു എന്ന ഒരു അഭിപ്രായം തന്നെയാണുള്ളത്. ഇല്ല, IIT നോക്കിയിട്ടുണ്ടല്ലോ. അത് മഴയുടെ കാരണം കൊണ്ടാണ് വന്നിട്ട് എന്നുള്ളത് IITയുടെ റിപ്പോർട്ട് ഉണ്ടല്ലോ. ഇനി അതിൽ മീതെ ആരാ റിപ്പോർട്ട് ചെയ്യണം?
മുൻ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസും ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. പുറത്തുവന്ന ശബ്ദരേഖ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും അത് കെ കൃഷ്ണൻകുട്ടിയുടേതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2018 പ്രളയകാലത്ത് വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് തോട്ടപ്പള്ളി സ്പിൽവേ നേരത്തെ തന്നെ തുറന്നു വെച്ചിരുന്നുവെന്നും താൻ നേരത്തെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതിശക്തമായ മഴയാണ് മഹാപ്രളയത്തിന് പ്രധാന കാരണമെന്ന് വിവിധ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും മാത്യു ടി തോമസ് അറിയിച്ചു. വിവാദം ശക്തമായതോടെ ശബ്ദരേഖയുടെ ഉറവിടം, ആധികാരികത, പ്രചാരണത്തിന് പിന്നിലുള്ളവർ എന്നിവ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശബ്ദരേഖ യാഥാർത്ഥ്യമാണോ അതോ കൃത്രിമമായി സൃഷ്ടിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിന്റെ പ്രധാന വിഷയം. അതേസമയം 2018 മഹാപ്രളയത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികളും വിവിധ വിദഗ്ധ സമിതികളും മുമ്പ് നടത്തിയ പഠനങ്ങളിൽ പ്രധാന കാരണം അതിശക്തമായ മഴയെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡാം മാനേജ്മെന്റിനെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നെങ്കിലും മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന നിഗമനത്തിൽ ആ പഠനങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോൾ പുറത്തുവന്ന വിവാദ ശബ്ദരേഖ വീണ്ടും പഴയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ശബ്ദരേഖയിലെ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുകയോ അതിനെ നിഷേധിക്കുന്ന വാദങ്ങൾ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്നത് അന്വേഷണത്തിലൂടെയാണ്. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളാണ് ഇനി ഈ വിവാദത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. 2018 മഹാപ്രളയവുമായി ബന്ധപ്പെട്ട ഈ പുതിയ വിവാദത്തിന് സത്യം എന്താണെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്.